ഹെലികോപ്റ്റർ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് എത്തുകയാണ്. കണ്ണൂർ വിമാനത്താവളത്തിൽ പ്രത്യേകമായി റൺവേയുടെ തൊട്ട് സമീപത്തായി തയ്യാറാക്കിയ ഹെലിപ്പാഡിലേക്കാണ് ഈ വിമാനം ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങുക. അതിനുശേഷം ആ ഹെലികോപ്റ്ററിൽ നിന്നും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രി ഗവർണറും പുറത്തേക്ക് ഇറങ്ങും. പ്രധാനമന്ത്രി പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള A1 എയർ ഇന്ത്യ എന്ന വിമാനത്തിലായിരിക്കും തിരികെ ഡൽഹിയിലേക്ക് മടങ്ങുക. അതേസമയം മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രത്യേക വിമാനം തയ്യാറായിട്ടുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്തേക്കും ഗവർണറും തിരുവനന്തപുരത്തേക്കും മടങ്ങും. വലിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കാരണം രാവിലെ ഏതാണ്ട് 10:52 കൂടിയാണ് പ്രധാനമന്ത്രിയെ വഹിച്ചുകൊണ്ടുള്ള പ്രത്യേക എയർ ഇന്ത്യ 1 വിമാനം കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. ഇവിടെ എത്തി മുഖ്യമന്ത്രിയും ഗവർണറും പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. പിന്നീട് 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇവിടെ നിന്നും ഹെലികോപ്റ്റർ, അതായത് ഷെഡ്യൂൾ ചെയ്ത സമയത്തേക്കാൾ വളരെ നേരത്തെ തന്നെ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും ഹെലികോപ്റ്റർ കൽപ്പറ്റയിലേക്ക് പുറപ്പെട്ടിരുന്നു. പക്ഷെ ഇപ്പോൾ അല്പം വൈകിയിട്ടുണ്ട്. 3:40 എന്ന സമയമായിരുന്നു തിരികെ എത്തുന്ന സമയമായി നിശ്ചയിച്ചിരുന്നത്. പക്ഷേ അതിലും കുറച്ചുകൂടി വൈകിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനം കഴിഞ്ഞ് തിരികെ ഹെലികോപ്റ്റർ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് എത്തുന്നത്. ഏതായാലും ഇവിടെ എത്തിയ ശേഷം അധിക സമയം പ്രധാനമന്ത്രി ഇവിടെ ഉണ്ടാവില്ല. ഏതാണ്ട് 5 മിനിറ്റിനുള്ളിൽ തന്നെ, അല്ലെങ്കിൽ 5-10 മിനിറ്റിനുള്ളിൽ തന്നെ ഇവിടെ നിന്നും തിരികെ വിമാനത്തിൽ കയറി നേരെ ഡൽഹിയിലേക്ക് മടങ്ങും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ പ്രധാനമന്ത്രി പോയ സമയത്തും നിരവധി പ്രത്യേകിച്ച് BJP നേതാക്കളടക്കം പ്രധാനമന്ത്രി കാണാൻ എത്തിയിരുന്നു. അതുപോലെ തന്നെ തിരികെ മടങ്ങുന്ന സമയത്തും എയർപോർട്ടിനകത്ത് BJP നേതാക്കളടക്കം എത്തിയിട്ടുണ്ട്. ഏതായാലും ഒരു ഹെലികോപ്റ്റർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഹെലിപ്പാഡിൽ പ്രത്യേകമായി തയ്യാറാക്കിയ ഹെലിപ്പാഡിൽ ഇറങ്ങി. ഒപ്പം 2 ഹെലികോപ്റ്ററുകൾ കൂടി അവിടെ നിന്ന് വരുന്നുണ്ട്. 2 ഹെലികോപ്റ്ററും ഉടൻ തന്നെ ഹെലിപ്പാഡിൽ ഇറങ്ങും. അതിനുശേഷമായിരിക്കും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ഗവർണറും തിരികെ പ്രധാനമന്ത്രി ഡൽഹിയിലേക്കും മുഖ്യമന്ത്രിയും ഗവർണറും തിരികെ തിരുവനന്തപുരത്തേക്കും മടങ്ങും. ഏതായാലും വലിയ പ്രതീക്ഷയുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി നേരിട്ട് കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചറിയുക, അവരെ പ്രകാശിപ്പിക്കുക, അതിനപ്പുറത്തേക്ക് കൂടുതൽ സഹായങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഏതായാലും ഒരു സന്ദർശനം അത് പൂർത്തിയാകുന്നു. പ്രധാനമന്ത്രി നേരിട്ടെത്തി നടത്തിയ സന്ദർശനം പൂർത്തിയായി. ദുരന്ത മുഖത്ത് അദ്ദേഹം നേരിട്ടെത്തി ആളുകളെ കണ്ട് എല്ലാം മനസ്സിലാക്കിയ ശേഷം തിരികെ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് എത്തുകയാണ് ഹെലികോപ്റ്റർ. 2ാമത്തെ ഹെലികോപ്റ്ററും ഇപ്പോൾ കണ്ണൂർ വിമാനത്താവളത്തിന്റെ റൺവേയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇറങ്ങിയ ശേഷം പ്രത്യേകമായി തയ്യാറാക്കിയ എയർ ഇന്ത്യ 1 എന്ന വിമാനത്തിലായിരിക്കും പ്രധാനമന്ത്രി തിരികെ ഡൽഹിയിലേക്കും മുഖ്യമന്ത്രി മറ്റൊരു വിമാനത്തിൽ തിരുവനന്തപുരത്തേക്കും മടങ്ങുക. അതിന് വലിയ പ്രതീക്ഷയുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാരണം വലിയൊരു ദുരന്തമാണ് നമ്മൾ നേരിട്ടത്. അതിനെ അതിജീവിക്കാനുള്ള കരുത്ത്, അതാണ് ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ചും അങ്ങനെ ഒരു വലിയ സഹായം കേന്ദ്രത്തിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. അത് ഉണ്ടാകും എന്ന വിശ്വാസമാണ് ഉള്ളത്. ഏതായാലും 3ാമത്തെ ഹെലികോപ്റ്റർ കൂടി കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് എത്തുകയാണ്. ഇവിടെ പ്രത്യേകമായി എയർ ഇന്ത്യ 1 എന്ന വിമാനം തയ്യാറായിട്ടുണ്ട്. ഈ വിമാനത്തിലാണ് ഡൽഹിയിൽ നിന്നും പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തിയത്. ഇവിടേക്ക് എത്തിയ സമയത്ത് ആ വിമാനത്തിൽ സുരേഷ് ഗോപിയും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ഉണ്ടായിരുന്നു. ഇരുവരും ഒരുമിച്ചാണ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. ഏതായാലും തിരികെ മടങ്ങുമ്പോൾ പ്രധാനമന്ത്രി ഒറ്റയ്ക്കായിരിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. BJP നേതാക്കൾ അടക്കമുള്ളവർ താവളത്തിനുള്ളിൽ എത്തിയിട്ടുമുണ്ട്. ഏതായാലും ഈ ഒരു സന്ദർശനം കഴിഞ്ഞ് പ്രധാനമന്ത്രി തിരികെ ഡൽഹിയിലേക്ക് മടങ്ങുമ്പോഴും നമ്മൾ വലിയ പ്രതീക്ഷ തന്നെയാണ് വെച്ചു പുലർത്തുന്നത്.